കൊല്ലം പൂരത്തിൽ RSS സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തി. പുതിയകാവ് ക്ഷേത്രം അണിനിരത്തിയ കുടമാറ്റത്തിലാണ് നവോത്ഥാന നായകരുടെ ചിത്രത്തിനൊപ്പം ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത്. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നു. കണ്ണൻ നായർ, ഗുഡ് മോർണിംഗ്. നവോത്ഥാന നായരുടെ ചിത്രങ്ങൾക്കൊപ്പം ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിക്കൊണ്ട് ഈ പുതിയകാവ് ക്ഷേത്രം ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്, ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പൂരത്തിനിടെ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കാം? അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാണോ? ഇന്നലെയാണ് മോത്തി കൊല്ലം പൂരം നടന്നത്. ആ പൂരത്തിന്റെ ഭാഗമായി ആനകളെ അണിനിരത്തി കുടമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നവോത്ഥാന നായകരായിട്ടുള്ള ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ അടക്കമുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾക്കൊപ്പം ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ RSSന്റെ സ്ഥാപക നേതാവിന്റെ കൂടി ചിത്രം ഉയർത്തിയത്. ആ സംഭവമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പുതിയകാവ് ക്ഷേത്രമാണ് ഇത്തരത്തിൽ ഒരു ചിത്രം ഉയർത്തിയത്. പുതിയകാവ് ക്ഷേത്രം RSS അനുകൂല സംഘടനയിൽപ്പെട്ട ആൾക്കാർ നേതൃത്വം നൽകുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഉയർത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയകാവ് ക്ഷേത്ര ഭാരവാഹികളുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ ഉടൻ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ക്ഷേത്രം ആസാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഈ ഉപദേശ സമിതി യോഗം കൂടിയ ശേഷം മാത്രം പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കടയ്ക്കല് CPMന്റെ വിപ്ലവ ഗാനം പാടിയത് വലിയ വിവാദമായിരുന്നു. ഹൈക്കോടതിയിലടക്കം ആ വിഷയം നിലനിൽക്കുകയാണ്. അപ്പൊ തന്നെ പോർട്ടുഗലിൽ RSSന്റെ ഗണഗീതം പാടിയതും വിവാദമായി. അവിടുത്തെ ക്ഷേത്ര ഉപദേശ സമിതിയെ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടി എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊല്ലം പൂരത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ RSSന്റെ സ്ഥാപക നേതാവിന്റെ ചിത്രം ഉയർത്തിയത്. അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയരുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടവും എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നേരത്തെ കൂട്ടി എന്താണ് ഇവർ ഈ കുടമാറ്റത്തിന്റെ ഭാഗമായി ചെയ്യാൻ പോകുന്നത് എന്നത് ക്ഷേത്ര ഭാരവാഹികൾക്ക് വ്യക്തമായിരുന്നു. മോദി തൃശൂർ പൂരത്തിന് സമാനമായ രീതിയിൽ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കുടമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത്. കാര്യം നമ്മൾ തൃശൂർ പൂരത്തിന് കാണാറുള്ളതാണ്. പറമേക്കാവിന്റെ ആയാലും തിരുവമ്പാടിയുടെ ആയാലും അവർ കൊണ്ടുവരുന്ന കുടകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഓരോ ചടങ്ങുകൾക്കും ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകും. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൊല്ലം പൂരത്തിന്റെ ഭാഗമായും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഭാരവാഹികൾക്ക് ഇത് സംബന്ധിച്ച് ആരുടെ ചിത്രമാണ് ഉയർത്തുന്നത് അല്ലെങ്കിൽ എന്താണ് ഉയർത്തുന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ഉണ്ടായിരുന്നില്ല. ക്രിക്കറ്റ് താരങ്ങളുടെ ചിത്രങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ കൊല്ലംപൂരത്തിന്റെ ഭാഗമായി കുടമാറ്റത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കായിക താരങ്ങളുടെ അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാരുടെ, നവോത്ഥാന നായകന്മാരുടെ ഒക്കെ തന്നെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ കുടമാറ്റത്തിൽ പരിപാടി അരങ്ങേറിയത്. അതിനിടയിലാണ് നവോത്ഥാന നായകന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തിയ സമയത്ത് RSSന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഹെഡ്ഗേവാറിന്റെ ചിത്രം കൂടി ഉയർത്തിയത്. അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ശരി, വളരെ വിവാദമായിരിക്കുകയാണ് ഈ സംഭവം. കണ്ണൻ നായർ നേരത്തെ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. അത് എത്രത്തോളം വിവാദമായിരുന്നു എന്നത്. അതിന് സമാനമായി തന്നെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ വ്യത്യാസമുണ്ട് എന്ന് മാത്രം, അല്ലേ? ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു മോത്തി, ഒരു കാരണവശാലും ക്ഷേത്ര ഉത്സവങ്ങളിൽ, ആഘോഷങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ചിഹ്നവും ഉപയോഗിക്കരുത്, കൊടിയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കടക്കലായാലും കോട്ടുകലായാലും ഹൈക്കോടതിയുടെ നടപടിയും പിന്നീട് ദേവസ്വം ബോർഡ് ആ ഉപദേശ സമിതികളെ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇത് ഈ ക്ഷേത്രത്തിലെ ഈ കൊല്ലം പൂരം നടക്കുന്ന ആ പുതിയകാവ് ക്ഷേത്രം എന്ന് പറയുന്നത് ദേവസ്വവുമായി ബന്ധപ്പെട്ട ക്ഷേത്രമല്ല, സ്വകാര്യ വ്യക്തികളുടെ സംഘടനയുടെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രമാണ്. RSSന് അനുകൂല പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ നേതൃത്വത്തിലുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് ഒരു നടപടിയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് നമുക്ക് കരുതാനാകില്ല. ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ ഈ കൊല്ലം പൂരം അവസാനിക്കുന്നത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ക്ഷേത്രോപദേശ സമിതി ഇന്ന് ഉപദേശ സമിതി യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. ഈ നവോത്ഥാന നായകന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തിയതിനൊപ്പം മറ്റ് ഏതൊക്കെ ആൾക്കാരുടെ ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഈ കുടമാറ്റത്തിന്റെ ഭാഗമായി? ഈ കുടമാറ്റവുമായി ബന്ധപ്പെട്ട് മഹാത്മാ അയ്യങ്കാളി, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി,
അടക്കമുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾക്കൊപ്പം തന്നെയാണ് RSSന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഹെഡ്ഗേവാറിന്റെ ചിത്രം കൂടി ഉയർത്തിയത്. ഈ ചിത്രം ഉയർത്തുന്ന സമയത്ത് വരെ എന്താണ് അവർ ഉയർത്താൻ പോകുന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണയില്ലായിരുന്നു ഈ ക്ഷേത്ര ഉപദേശ സമിതിക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയകാവ് ക്ഷേത്രം RSSന്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ അവരുടെ സംഘടനയുടെ സ്ഥാപക നേതാവിന്റെ ചിത്രം ഉയർത്തിയെന്നാണ് അനുമാനിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഒപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആസാമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേശ സമിതി ഇന്ന് യോഗം ചെയ്യുന്നുണ്ട്. അവരുടെ അറിവോടുകൂടിയല്ല ഇത്തരത്തിലുള്ള ഒരു ചിത്രം ഉയർത്തിയതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്ര ഭാരവാഹികളാൽ തന്നെ നിലവിൽ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഈ രാഷ്ട്രീയം, ക്ഷേത്രോത്സവങ്ങൾ അതൊരു ഭക്തിയുടെയും ആഘോഷത്തിന്റെയും ഒക്കെ ഇടങ്ങളാണ്. അവിടേക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങളടക്കം ഉയർത്തി കുടമാറ്റം നടത്തുക എന്ന് പറയുന്നത് പലർക്കും ഭക്തജനങ്ങൾക്കടക്കം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമായിരിക്കും. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവുണ്ട് എങ്കിലും മറ്റ് ക്ഷേത്രങ്ങളും ഇത് പാലിക്കേണ്ടതല്ലേ? മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വൈരത്തിനോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കോ ഇത് കാരണമാവില്ലേ? ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ സ്വകാര്യ വ്യക്തികളുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇത് കൊല്ലം പൂരം അരങ്ങേറുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട സമാപനത്തിലാണ്. അത് കൊല്ലത്തിന്റെ പ്രധാനപ്പെട്ട, മോദിക്കറിയാമല്ലോ, കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം കൂടിയാണ് കൊല്ലം പൂരം എന്ന് പറയുന്നത്. ഒട്ടേറെ ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ആ ആശ്രാമത്ത് വന്ന് തമ്പടിച്ച് ആ പൂരത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നതാണ്. ആ സമയത്ത് രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കുടമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ആ കുടമാറ്റം അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്താണ് നവോത്ഥാന നായകരുടെയും അതുപോലെ തന്നെ ക്രിക്കറ്റ് താരങ്ങളുടെയും ഒക്കെ തന്നെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷമായിരുന്നു അവിടെ നടന്നത്. ആ സമയത്താണ് ഈ നവോത്ഥാന നായകരായിട്ടുള്ള ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി അടക്കമുള്ള ആൾക്കാരുടെ ചിത്രങ്ങൾക്കൊപ്പം ഈ RSSന്റെ സ്ഥാപക നേതാവായിട്ടുള്ള കേശവ ഹെഡ്ഗേവാറിന്റെ ചിത്രം കൂടി ഉയർത്തിയത്. അതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരു പരസ്യമായിട്ടുള്ള പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ ക്ഷേത്ര, അതായത് ആസാമും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പുതിയകാവ് ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നോ, ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. ഇന്ന്